ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണു. ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് നന്ദയുടെ ജീവൻ മുന്നോട്ട് പോകുന്നത്. ക്രിഷ് കോളേജ് മുറ്റത്തെ വാഗമറച്ചുവട്ടിൽ ഒറ്റയ്ക്കിരിക്കുവാണ്. ഇപ്പോൾ അവൻ ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം. നന്ദയില്ലാത്ത കോളേജ് എന്തൊരു ബോറാണെന്ന് അവൻ പലപ്പോഴും ചിന്തിക്കും. അവിടെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ശ്വാസം മുട്ടൽ, അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. കോളേജിലേക്ക് വന്നു എന്നല്ലാതെ ക്ലാസ്സിലൊന്നും കയറിയില്ല. ഇവിടെ ഈ വാഗമറച്ചുവട്ടിലിരിക്കുമ്പോൾ തൻ്റെ തൊട്ടരികിലായി നന്ദയുണ്ടെന്നൊരു തോന്നൽ. അവൾ തൻ്റെ തോളിൽ തല ചായ്ച്ചിരിക്കുന്നത് പോലെ ഒരു ഫീൽ. വാഗച്ചുവട്ടിലിരുന്ന് മേൽപോട്ട് നോക്കിയപ്പോൾ 3rd ഫ്ലോറിൽ നിന്നുകൊണ്ട് തനിക്ക് ഫ്ലൈയിങ് കിസ് സമ്മാനിക്കുന്ന നന്ദയും അവൻ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ആദ്യൊരു ശ്വാസം വലിച്ച് കണ്ണടച്ചിരുന്നപ്പോൾ തൻ്റെ നെറുകയിൽ ഉമ്മ വെച്ച് തൻ്റെ കാതോരം ഐ ലവ് യു ക്രിഷ് എന്നും പറഞ്ഞു ഉറക്കെ ചിരിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന തൻ്റെ നന്ദൂട്ടൻ. അവൻ കണ്ണു തുറന്നില്ല. അവനറിയാം കണ്ണു തുറന്ന അവൾ മുന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നു. അവൻ കണ്ണടച്ച് അവളുടെ പോക്ക് നോക്കി നിൽക്കുകയാണ്. തൻ്റെ തോളിൽ ആരുടെയോ കരസ്പർശം അറിഞ്ഞതും ക്രിഷ് കണ്ണു തുറന്നു. തൊട്ടരികിൽ വിരാജ്. ക്രിഷിൻ്റെ ഈ അവസ്ഥ മറ്റാരേക്കാളും അവന് മനസ്സിലാവുമായിരുന്നു. ഈ അവസ്ഥയിലൂടെ അവനും ഒരു നാൾ കടന്നു പോയതാണ്. വിരാജിനെ കണ്ടതും ക്രിഷ് ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. എന്തിനാടാ നീ ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്? വാ, നമുക്ക് ക്യാൻറ്റീനിൽ ചെന്ന് ഒരു ചായ കുടിച്ചിട്ട് വരാം. നിന്നെ കണ്ടാലറിയാം നേരാവണ്ണം ഒന്നും കഴിക്കാറില്ലെന്ന് വിരാജ് അവൻ്റെ അരികിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞു. അവൾ അവിടെ അങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ഇറങ്ങൂടാ. പിന്നെ നമ്മുടെ ജീവൻ നിലനിർത്തിയല്ലേ പറ്റൂ. അതുകൊണ്ട് എന്തേലും കഴിക്കണമല്ലോ. നീ അനുഭവിച്ചതല്ലേടാ ഇതൊക്കെ. നിന്നോട് പ്രത്യേകം പറയണ്ടല്ലോ. കണ്ണടച്ചാൽ കാണുന്നത് അവളുടെ മുഖം മാത്രമാണ്. കാതുകളിൽ മുഴങ്ങുന്നത് അവളുടെ കൃഷി എന്നുള്ള വിളിയും ആ ചിരിയും. എനിക്ക് പറ്റുന്നില്ലടാ, ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോവും. ക്രിഷ് തൻ്റെ കണ്ണുകൾ ഇറുകെ അടച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. വിരാജിന് അവനെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെയായി. അന്നേരാണ് ആഡിസ് കൃഷിൻ്റെ ഫോണുമായി അങ്ങോട്ട് വരുന്നത്. എടാ, നിൻ്റെ അച്ഛൻ എത്ര നേരമായി വിളിക്കുന്നു. നീ എന്തിനാ ഫോൺ ബാഗിൽ വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? ആഡിസ് കൃഷിന് നേരെ ഫോൺ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അച്ഛൻ വിളിക്കുന്നത് മറ്റൊന്നുമല്ല, ആ ഹോസ്പിറ്റലിൽ നിന്നും നല്ല പ്രഷറുണ്ട്. ഇനിയും വെന്റിലേറ്ററിൽ കിടത്താൻ പറ്റില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ഞാൻ എങ്ങനെയാണ് അതിന് സമ്മതിക്കുക? അതിൽ പരം ഞാനങ്ങടെ ഇല്ലാണ്ടാവുക നല്ലത്. അച്ഛനെയും അമ്മയും ഓർക്കുമ്പോൾ എനിക്ക് അതിനും പറ്റുന്നില്ലല്ലോ. കൃഷ് അത്രയും പറഞ്ഞു നിർത്തി. അന്നേരം വിരാജ് അവൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. കൃഷിൻ്റെ അച്ഛൻ വീണ്ടും വിളിച്ചുവെങ്കിലും അവൻ കോളെടുത്തില്ല. നീ എന്താ കോളെടുക്കാഞ്ഞത്? ആഡിസ് ചോദിച്ചു. ഞാൻ എന്താ പറയേണ്ടത്? അവളെ മരണത്തിന് വിട്ടുകൊടുക്കാനോ? എനിക്കൊന്നും പറയാനില്ല. കൃഷ് അത്രയും പറഞ്ഞ് ഫോൺ പോക്കറ്റിലിട്ടു. എടാ, നന്ദുവിനെ ഇടിച്ച വണ്ടി ആരുടെയാണെന്ന് തിരിച്ചറിഞ്ഞായിരുന്നോ? വിരാജാണ് ചോദിച്ചത്. ഇല്ലടാ, ആ വണ്ടി ക്വാറിയുടെ അവിടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അന്വേഷിച്ചപ്പോൾ അത് വർക്ക്ഷോപ്പിൽ നിന്ന് മോഷണം പോയ വണ്ടിയായിരുന്നു എന്നും. ആളാരാണെന്ന് ഒരു പിടുത്തമില്ല. കൃഷ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആഡിസിൻ്റെ ഫോണിലേക്ക് കൃഷിൻ്റെ അച്ഛൻ്റെ കോൾ വരുന്നത്. ആഡിസ് അല്പം മാറി നിന്ന് സംസാരിച്ചു. കുറച്ച് നിമിഷത്തിനകം ആഡിസ് വന്ന് സന്തോഷത്തോടെ കൃഷിനെ ഇറുകെ പുണർന്നതും കൃഷും വിരാജും കാര്യമറിയാതെ അവനെ നോക്കി. എടാ, നിന്റെ അച്ഛനാ വിളിച്ചത്. നിന്റെ നന്ദ കണ്ണ് തുറന്നൂന്ന്. അത് മാത്രമല്ല, എല്ലാവരോടും സംസാരിച്ചു. നിന്നെ കാണണമെന്ന് പറഞ്ഞ് ധൃതി കൂട്ടുവാണെന്നു. ആഡിസ് പറഞ്ഞത് കേട്ടതും വിശ്വസിക്കണോ വേണ്ടയോ എന്ന പോലെ കൃഷ് സ്തംഭിച്ചു നിന്നുപോയി. എടാ, സത്യമാണെന്ന് കൃഷിനെ പിടിച്ച് കുലുക്കിക്കൊണ്ട് ആഡിസ് ഒന്നുകൂടെ പറഞ്ഞതും കൃഷ് സന്തോഷം കൊണ്ട് തൻ്റെ വലത് കൈയാലെ തൻ്റെ തലമുടിയിലൂടെ താഴേക്ക് വിരലോടിച്ചു. ശേഷം മുടിയിൽ പിടിമുറുക്കി ആഞ്ഞൊരു ശ്വാസം വലിച്ചു. അതോടൊപ്പം ഒന്ന് കണ്ണടച്ചു തുറന്നു. പിന്നെ വിരാജിനെയും ആഡിസിനെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവിടുന്ന് ഒരൊറ്റ ഓട്ടമായിരുന്നു. ആ ഓട്ടം അവസാനിച്ചത് പാർക്കിംഗ് ഏരിയയിലെ അവൻ്റെ വണ്ടിക്കരികിലും. അവനെ ഒറ്റയ്ക്ക് വിടാൻ ആഡിസും വിരാജും ഒരുക്കമല്ലായിരുന്നു. അതിനാൽ ഇരുവരും പിന്നാലോടി. കൃഷ് തൻ്റെ കാറിൻ്റെ ലോക്കെടുത്ത് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാൻ നേരം ആഡിസ് അവൻ്റെ കയ്യിൽ നിന്നും കീയും പിടിച്ചെടുത്ത് ഡ്രൈവിംഗ് സീറ്റിലിരുന്നപ്പോൾ കോ ഡ്രൈവിംഗ് സീറ്റിൽ വിരാജ് ഇരുന്നു. ഒടുവിൽ കൃഷ് പിറകിലിരുന്നതും ആഡിസ് വണ്ടി മുന്നോട്ടെടുത്തു. ഒന്ന് പെട്ടെന്ന് പോടാ, നിനക്ക് പറ്റില്ലെങ്കിലേ ഇറങ്ങ്, ഞാൻ ഓടിക്കാം. കൃഷ് ഓരോ മിനിറ്റ് ഇടവിട്ടുകൊണ്ട് പറയുന്നത് കേട്ടതും ആഡിസ് പല്ല് ഞെരിച്ചു. ഒടുവിൽ വണ്ടി സിറ്റി ഹോസ്പിറ്റലിന് മുന്നിൽ എത്തിയതും കൃഷ് വണ്ടിയിൽ നിന്നിറങ്ങി ഓടുന്നത് ആഡിസും വിരാജും ചെറുചിരിയാലെ നോക്കി നിന്നു. ശേഷം ആഡിസ് വണ്ടി പാർക്കിംഗ് ഏരിയയിലേക്ക് തിരിച്ചുവിട്ടു. കൃഷ് ധൃതിയിൽ ലിഫ്റ്റ് ഏരിയയിലേക്ക് നടന്നു. ലിഫ്റ്റിലെ തിരക്ക് കണ്ടതും അവൻ സ്റ്റെയർ വഴി ഓടിക്കയറി ICUവിന് മുന്നിലെത്തി. അവിടെ നന്ദുവിൻ്റെ പാരൻസും ചെറിയച്ഛന്മാരും അമ്മാവന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു.
ഒപ്പം കൃഷ്ണൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും അവൻ്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. കൃഷ്ണനെ കണ്ടതും നന്ദുവിൻ്റെ അച്ഛൻ അവനെ ഇറുകെ പുണർന്നു സന്തോഷം അറിയിച്ചപ്പോൾ അവന് അവളെ കാണാൻ ധൃതിയായി. ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ധൃതിയിൽ അകത്തേക്ക് പോകുന്നവനെ കണ്ടതും എല്ലാ മുഖങ്ങളിലും ഒരുതരം നിർവൃതിയായിരുന്നു. കൃഷ് അകത്തേക്ക് ചെല്ലുമ്പോൾ നന്ദു കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൽ പില്ലോ വെച്ച് ചാരിയിരുന്ന് കണ്ണടച്ച് കിടപ്പാണ്. തലയിലെ വലിയ കെട്ടൊക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഇപ്പോൾ മുറിവ് കെട്ടിവെച്ചിട്ടുണ്ട്. പേഷ്യൻ ഗൗൺ തന്നെയാണ് അവളുടെ വേഷം. കൃഷ് മുന്നോട്ട് നടന്നു. അവളുടെ അരികിൽ വന്നിരുന്ന് ബെഡിൽ വെച്ചിരിക്കുന്ന അവളുടെ കയ്യിൽ പതിയൊന്ന് തൊട്ടതും നന്ദു കണ്ണു തുറന്നു. തൻ്റെ തൊട്ടരികിലിരിക്കുന്ന കൃഷ്ണനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരാൻ തുടങ്ങി. ഒപ്പം അവൻ്റെയും. രണ്ടുപേരും നിറഞ്ഞ കണ്ണാലെ ഒരു നിമിഷം നോക്കി നിന്നു. അവൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും അവൾക്ക് സഹിച്ചില്ല. കൃഷ്, നീ എന്തിനാ കരയുന്നേ? നിനക്കറിയാലോ നിന്റെ കണ്ണ് നിറയുന്നത് എനിക്ക് സഹിക്കില്ലെന്ന്. കവിളിലൂടെ ഒലിച്ചിറങ്ങി അവൻ്റെ കണ്ണുനീർ ഒപ്പിക്കൊണ്ട് അവൾ പറയുമ്പോൾ കാഴ്ചയെ മറക്കും വിധം അവളുടെ കണ്ണ് നിറഞ്ഞു വന്നിട്ടുണ്ട്. അവൻ തൻ്റെ ഇരു കൈത്തലവും അവളുടെ ഇരു കവിളിലും ചേർത്ത് വെച്ചു അവളുടെ നെറുകയിൽ തൻ്റെ അതരങ്ങൾ പതിപ്പിച്ചു. ആ ചുംബൻ അവൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞു പോയിരുന്നു. അവൻ തൻ്റെ ചുണ്ടുകളാൽ അവളുടെ കണ്ണുനീർ ഒപ്പിക്കൊണ്ട് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അന്നേരം ഇരുവരുടെയും കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയും ദിവസം താൻ അനുഭവിച്ച ടെൻഷന് ഒരയവ് വരുന്നതുവരെ അവൻ അവളെ തൻ്റെ നെഞ്ചോടടുപ്പിച്ചു. അന്നേരം ഇരുവരും ഒന്നും സംസാരിച്ചില്ല. രണ്ടു പേർക്കിടയിൽ മൗനം മാത്രം. നന്ദുട്ടാ, നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കൃഷിൻ്റെ ചോദ്യം കേട്ട് അന്നേരം അവൾ ഇല്ലെന്ന പോലെ തലയനക്കി. ഒന്നുമില്ല, കൃഷ് വീണ്ടും ചോദിച്ചു. അവൾ ഇല്ലെന്ന് ചുമൽ കൂച്ചി. എങ്കിൽ ശരി, അവൻ പറഞ്ഞു. കൃഷ്, നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്കൊന്നും ചോദിക്കാനില്ല. ദുഷ്ട, ഇല്ലേ, നിനക്കൊന്നും ചോദിക്കാനില്ലല്ലേ? അതും പറഞ്ഞ് അടുത്ത നിമിഷം അവൾ അവൻ്റെ നെഞ്ചിൽ പല്ലുകൾ ആഴ്ത്തി. അവൻ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി കൂർപ്പിച്ചു നോക്കി. അന്നേരം നന്ദു അവൻ്റെ കവിളിലും അമർത്തി കടിച്ചു. അന്നേരം അവനിൽ നിന്നും ആർത്തനാദം ഉയർന്നു വന്നു. എടി പട്ടിക്കുട്ടി, നീ എന്തിനാ എന്നെ ഇങ്ങനെ കടിക്കുന്നേ? തൻ്റെ കവിൾ അമർത്തി ഒഴിഞ്ഞുകൊണ്ട് കൃഷ് ചോദിച്ചു. കടിക്കുക മാത്രമല്ല, നിന്നെ കൊല്ലു ഞാൻ. എടോ കൃഷ്ണമേനോനെ, നീ എന്താന്ന് പറഞ്ഞേ? മുല്ലപ്പൂവേ, നീ അല്ലാതെ മറ്റൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എൻ്റെ മരണം വരെ നിനക്കായി ഞാൻ കാത്തിരിക്കും. എന്നിട്ട് ഏതോ ഒരു തൊലി വെളുത്ത പെണ്ണിനെ കണ്ടപ്പോൾ നീ എല്ലാം മറന്നു അല്ലേ? തേപ്പുകാരാ. കണ്ണുരുട്ടി അത്രയും പറഞ്ഞ് അവളവനെ തല്ലാനും പിച്ചാനൊക്കെയും തുടങ്ങി. സോറി, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. എൻ്റെ 2 തെണ്ടി കൂട്ടുകാരൊപ്പിച്ച പണിയാണെന്ന് അവളുടെ അടികൊള്ളുന്നതിനിടയിൽ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. എന്ത് സാഹചര്യം? എനിക്കതൊന്നും കേൾക്കണ്ട. അവൾ പിന്നെയും അവൻ അടിക്കാൻ തുടങ്ങി. അവളുടെ തല കൂടുതൽ അനങ്ങാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അന്നേരം അവൻ അവളുടെ കൈ പിടിച്ചു വെച്ചു. ഞാൻ മാത്രമോ? അപ്പോൾ നീയോ? നീ എന്തുദ്ദേശത്തിലാണ് ആ കൂതറയുടെ കൂടെ ഫ്ലാറ്റ് ഷെയർ ചെയ്തത്? അത് മാത്രമോ? രണ്ടും കൂടി ഒരുമിച്ച് വീട് വൃത്തിയാക്കുന്നു, ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുന്നു, ഒരുമിച്ച് കോളേജിൽ പോകുന്നു, പ്രണയം തുറന്നു പറയുന്നു, റൂം ഷെയർ ചെയ്യുന്നു, ആടുന്നു, പാടുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, സാരി ഉടുപ്പിക്കുന്നു, കെട്ടുവെള്ളത്തിൽ റൊമാൻറ്റിക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിച്ചു വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നു, കൽബ് ഡാൻസ്, വയലിൻ ഡാൻസ്, റെയിൻ ഡാൻസ്, ബെഡ്ഷീറ്റ് ഡാൻസ്. എന്തിന് അട്ടയാരെ പിടിച്ചില്ലേ? അപ്പം നീ ആരാടി തേപ്പുകാരി? കൃഷ്ണ ആ പറച്ചിൽ കേട്ട് നന്ദുവിന് ചിരിയും വരുന്നുണ്ട്. അവൾ ചിരി കടിച്ചു പിടിച്ചു നിന്നു. അത് പിന്നെ എനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടല്ലേ? അല്ലേ ഞാൻ നിന്നെപ്പോലെ വാക്ക് തെറ്റിക്കില്ലായിരുന്നു. പരിഭവിച്ചുകൊണ്ട് പറയുന്നവളെ കണ്ടതും അവൻ സോറിയും പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ശേഷം അവളുടെ നെറുകയിൽ ചുംബിച്ചു. വേണ്ട, നീ എന്നെ തൊടണ്ട. നീ എന്താ എന്നോട് പറഞ്ഞ? ഞാനും മുല്ലയും തമ്മിൽ പരിധി വിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ലെന്ന്. ഇങ്ങോട്ട് നോക്ക്, എൻ്റെ മുഖത്തേക്ക് നോക്ക്. നീ എന്നോടേ എത്ര തവണ ഉമ്മ ചോദിച്ചിട്ടുണ്ടടാ ദുഷ്ട? ഇത്രയും നേരം മുല്ലായിരുന്നേലേ, ഇപ്പം അവളെ നന്ദുവായി. ഇത്തവണ കൃഷി ശരിക്കും കുടുങ്ങി. ഞാൻ ചോദിച്ചു എന്നത് ശരിയാണ്, എന്നിട്ട് നീ ഒരെണ്ണം പോലും തന്നില്ലല്ലോ. അല്ലെങ്കിലും നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ലവേഴ്സിനിടയിൽ ഇമ്മാതിരി ടോക്കൊക്കെ ഉണ്ടാവുന്നത്. അതൊക്കെ നാട്ടു നടപ്പാണെൻ്റെ നന്ദൂട്ടാ. പിന്നെ കെട്ടാമോണ പെണ്ണ് ചോദിക്കുമ്പോൾ എല്ലാം അങ്ങ് സമ്മതിച്ചു തരാൻ പറ്റുമോ? എനിക്ക് എൻ്റെ സേഫ്റ്റിയും കൂടി നോക്കണ്ടേ? ഇപ്പം എന്തായാലും എന്താ, ഞാൻ ഈ ഉമ്മ ചോദിച്ചതൊക്കെ നിന്നോട് തന്നെയാണല്ലോ. അതാണ് എൻ്റെ ഏക ആശ്വാസം. അവളുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. അന്നേരം അവളവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. പിന്നീട് ഇരുവർക്കിടയിൽ കുറച്ചു നേരത്തെ മൗനമായിരുന്നു.
മുല്ലപ്പൂ എന്ന് പറഞ്ഞായിരുന്നു എന്നെ നേരിട്ട് കാണുമ്പോൾ ഉമ്മ തരാന്ന്. അതെന്തേ തരാഞ്ഞത്? അവളുടെ കാതോരം ചുംബിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഉമ്മ മാത്രമല്ല, അതിൻ്റെ പലിശയും പലിശയുടെ പലിശയും അതിൻ്റെ പലിശയടക്കം ഇതിനോടകം തന്നെ കൃഷ് മേനോൻ മുതലാക്കി കഴിഞ്ഞില്ലേ. അതിൻ്റെ നന്ദൂട്ടൻ്റെ അടുത്തല്ലേ. ഞാൻ ചോദിച്ചതേ എൻ്റെ മുല്ലപ്പൂവിനോടാ. കൃഷ് അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. കൃഷ് മേനോൻ്റെ കയ്യിൽ ആ വാലന്റൈൻ കാർഡ് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. കാൽവിൻ ക്ലൈനിനുള്ള 1000 ചുംബനങ്ങളെ ഞാൻ അതിൽ കരുതി വെച്ചിരുന്നു. കാൽവിൻ ക്ലൈൻ അതെന്ത് തേങ്ങ? കൃഷ് ചോദിച്ചപ്പോൾ അന്നേരം അവൾ ഒന്നുമില്ലെന്ന പോലെ ചുമൽ കൂച്ചി. കൃഷ്, നിന്റെ ഡ്രൈവിംഗ് ലൈസൻസ്, പേഴ്സ് ഇതൊക്കെയും കിട്ടിയില്ലേ? അതൊക്കെ കണ്ടപ്പോഴാണോ നിനക്ക് ഞാനാണ് മുല്ലയെന്ന് മനസ്സിലായേ? അല്ല, അതിനു മുന്നേ മനസ്സിലായതാ. എങ്ങനെ? നിന്റെ ഫോണിലെ കുട്ടി നന്ദയെ കണ്ടപ്പോൾ തൊട്ടേ ഡൗട്ടടിച്ചതാ. പിന്നെ ഞാൻ കുട്ടി മുല്ലയുടെ ഫോട്ടോ കൂടി എടുത്തു നോക്കി. രണ്ടും പെർഫെക്റ്റ് മാച്ച്. കൃഷ് അത് പറഞ്ഞപ്പോൾ അവൾ അവൻ്റെ മുഖത്താകമാനം തൻ്റെ ചുണ്ടുകൾ അമർത്തി. അത് കഴിഞ്ഞ് അവൻ്റെ അതിരങ്ങൾ കൂടി അവൾ കവർന്നെടുത്തു. ഉള്ളിലെ സ്നേഹം മുഴുവൻ പകുത്തു നൽകും വിധം ഗാഢമായ ചുംബനം. അവളായി തുടങ്ങി വെച്ച ചുംബനം അവൻ ഏറ്റെടുത്തതോടെ ചുംബന തീവ്രതയും കൂടി വന്നു. ഒടുവിൽ ശ്വാസം വിലങ്ങുമെന്ന് തോന്നിയതും ഇരുവരും ചുണ്ടുകളെ മോചിപ്പിച്ചു. തൻ്റെ നെഞ്ചിൽ തല ചായ്ച്ച് കിതപ്പടയ്ക്കുന്നവളുടെ പുറം മേനിയിൽ അവൻ പതിയെ തട്ടിക്കൊടുത്തുകൊണ്ടേയിരുന്നു. നന്ദൂട്ട, ഞാൻ നിന്റെ കഴുത്തിൽ ചാർത്തിയ താലി നീ കണ്ടില്ലായിരുന്നു. ഇഷ്ടമായില്ല നിനക്ക്? അവൻ ഡ്രസ്സിനകത്തുള്ള അവളുടെ താലി എടുത്ത് അവൾക്ക് നേരെ ഉയർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അവൾ അവൻ്റെ കൈ കൂട്ടിപ്പിടിച്ച് താലിയിൽ ചുംബിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. ഇഷ്ടാവാതിരിക്കോ? ഇതിനു വേണ്ടിയല്ല ഞാൻ കാത്തിരുന്ന്. ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഇതിൻ്റെ ബലത്തിലാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നന്ദു പറഞ്ഞ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ തണുപ്പ് പടർത്തിയപ്പോൾ അതൊരു ചുംബനമായി അവളുടെ നെറുകയിൽ പതിഞ്ഞു. കൃഷ് പാർവതിക്കും അമ്മയ്ക്കും സംഭവിച്ചതൊക്കെ നന്ദിയോട് പറഞ്ഞു. അതിനിടയിലാണ് തന്നെ ഇടിച്ചു വീഴ്ത്തിയത് സഞ്ജയ് ആണെന്ന കാര്യം നന്ദു കൃഷ്ണനോട് തുറന്നു പറയുന്നത്. അന്നേരം കൃഷ്ണൻ്റെ കണ്ണുകളിൽ പകയേറിയുന്നത് അവൾ നോക്കി കാണുകയായിരുന്നു. 4 മാസങ്ങൾക്കിപ്പുറം ജോൾജിൻ കുറിച്ച 3-ാം മുഹൂർത്തത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് തങ്ങളുടെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ കൃഷ് നന്ദുവിൻ്റെ കഴുത്തിൽ ഒന്നുകൂടി താലി ചാർത്തിയപ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു ഇരുവരുടെയും മുഖത്ത്. ഇരുവരുടെയും കണ്ണുകളിൽ പ്രണയം മഴയായി പെയ്യുന്നുണ്ടായിരുന്നു, പുഴയായി ഒഴുകുന്നുണ്ടായിരുന്നു. കൃഷിൻ്റെ ചുണ്ടുകൾ ആ നിമിഷം തൻ്റെ പാതിയുടെ നെറുകയിൽ അമർന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ചുംബനം അവൾ കണ്ണുകൾ അടച്ചു സ്വീകരിച്ചു. ഇരുവരുടെയും സ്നേഹം കാണവേ മാതാപിതാക്കളുടെ മുഖത്ത് വല്ലാത്തൊരു നിർവൃതിയായിരുന്നു. തൻ്റെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും വേണ്ടി അന്ന് വൈകുന്നേരം ഒരു ഗ്രാൻഡ് പാർട്ടി തന്നെ കൃഷ് അറേഞ്ച് ചെയ്തിരുന്നു. ബീച്ച് റിസോർട്ടിലായിരുന്നു പാർട്ടി ഒരുക്കിയത്. അന്ന് മുടങ്ങിപ്പോയ വിവാഹം ഇന്ന് ഇരട്ടി മധുരത്തോടെ ഇരുവരും തങ്ങളുടെ കൂട്ടുകാർക്കൊപ്പം ആർഭാടമായി ആഘോഷിച്ചു. ഇന്നിപ്പോൾ കൃഷ് കാത്തിരുന്ന ഫസ്റ്റ് നൈറ്റാണ്. എക്സൈറ്റ്മെൻറ്റിനപ്പുറം അവന് വല്ലാത്തൊരു ടെൻഷനുണ്ട്. അവളുടെ ഹെൽത്ത് കൂടി താൻ നോക്കണമല്ലോ. അതുകൊണ്ടാണ് ഫസ്റ്റ് നൈറ്റ് ഫിൻലാൻഡിൽ ആഘോഷിക്കാനുള്ള ആഗ്രഹം അവൻ വേണ്ടെന്ന് വെച്ചത്. അവൾ ഓക്കെ ആവുന്നത് വരെ കാത്തിരിക്കാൻ അവൻ റെഡിയായിരുന്നു. ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് മുറിയുടെ ഡോറും തുറന്ന് നന്ദു വരുന്നത്. സെറ്റ് സാരി കൊടുത്ത് പാൽ ഗ്ലാസും കൈ പിടിച്ചു നാണത്തോടെ മന്ദം നടന്നു വരുന്ന നന്ദുവിനെ കണ്ടപ്പോൾ അവന് ചിരി വന്നുപോയി. അന്നത്തെ തൻ്റെ ആദ്യ രാത്രി സങ്കല്പത്തിനിട്ട് ഒന്ന് താങ്ങിയതാണെന്ന് അവന് നന്നായി മനസ്സിലായി. പക്ഷേ ഇത്തവണ ഒരു കുറവുണ്ട്, തലയിൽ മുല്ലപ്പൂവില്ല. എടി, മുല്ലപ്പൂവ് എവിടെ? കൃഷ് ചോദിച്ചു. മുല്ലപ്പൂവ് അതല്ലേ ഞാൻ, പിന്നെ എന്തിനാ കൃഷ്മേനോനെ പുറത്ത് നിന്നൊരു മുല്ലപ്പൂവ്? കൃഷിൻ്റെ താടി പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നീ ഫോറിനല്ലേ, എനിക്ക് വേണ്ടത് നാടനാ. ആദ്യ രാത്രി മുല്ലപ്പൂവും അതൊരു വികാരമാണ് എൻ്റെ മോളെ. നീ കൊണ്ടുവന്നാലല്ലേ കൃഷി എനിക്ക് ചൂടാൻ പറ്റുള്ളൂ. അമ്മ പറഞ്ഞു നിനക്ക് മറന്നതാവുന്നു. മറക്കാനോ? എനിക്കോ? അതും മുല്ലപ്പൂവ്? ഒരിക്കലുമില്ല. നീ ഇങ്ങോട്ട് വന്നേ. കൃഷ് അവളുടെ കയ്യിലെ പാൽ ഗ്ലാസ് വാങ്ങി വെച്ച് അവളുടെ കൈ പിടിച്ച് കണ്ണാടിയുടെ മുന്നിൽ നിർത്തി. മേക്കപ്പ് ടേബിളിലെ ഷെൽഫിൽ നിന്നും വാഴയിലയിൽ പൊതിഞ്ഞ നല്ല മാംഗ്ലൂർ ജാസ്മിൻ എടുത്ത് അവൻ കൈ പിടിച്ചു. അതിൻ്റെ ഗന്ധം മാഞ്ഞു ശ്വസിച്ച ശേഷം അവളുടെ തലയിൽ വെച്ചു കൊടുക്കുമ്പോൾ അവളുടെ മുഖം പൂനിലാവ് ഉദിച്ചതുപോലെ വിടർന്നു. ഇതെവിടെന്നാ കൃഷ്? എന്തൊരു മണ ഇതിന്. നിന്റെ സ്മെല്ലിൻ്റെ അത്ര പോരാ, എനിക്ക് അതാ ഇഷ്ടം. അവളുടെ വയറിലൂടെ കൈയിട്ട് പിടിച്ചു അവളുടെ കാതിൽ സ്വകാര്യം പോലെ അവൻ പറഞ്ഞു. അന്നേരം അവളുടെ മുഖം നാണത്താൽ താഴ്ന്നു പോകുന്നത് അവൻ കണ്ണാടിയിൽ കൂടി നോക്കി നിന്നു. അവളെ തനിക്ക് നേരെ നിർത്തി അവളുടെ നെറുകയിൽ ചുംബിച്ചു. അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. രണ്ടുപേരും കണ്ണുകൾ അടച്ചു പിടിച്ചു ഒരുപാട് നേരം അതുപോലെ അങ്ങനെ പുണർന്നു നിന്നു. ശേഷം ഇരുവരും ബെഡിൽ വന്നിരുന്നു. പാൽ ഗ്ലാസ് അവരുടെ ചുണ്ടോട് അടുപ്പിച്ചതും
അവൾ അവനെ ഒന്ന് നോക്കി. അതിൽ നിന്നും പകുതി കുടിച്ചു, ബാക്കി അവനും കുടിച്ചു. തൻ്റെ മുഖത്ത് നോക്കാതെ നാണത്തോടെ തലയും താഴ്ത്തിയിരിക്കുന്നവളുടെ കൈയെടുത്ത് മടിയിൽ വെച്ചു. പതിയെ തലോടിയതും അവൾ അവനെ ഒന്ന് നോക്കി. അവളുടെ മുഖത്തേക്ക് നോട്ടമിട്ടുകൊണ്ട് ആ കയ്യിൽ തൻ്റെ ചുണ്ടുകൾ പതിപ്പിക്കുമ്പോൾ നാണത്തിൽ ചാലിച്ചൊരു പുഞ്ചിരിയായി അവളുടെ ചുണ്ടിലത് വിരിഞ്ഞു. അവിടുന്ന് അവൻ്റെ ചുണ്ടുകൾ അവളുടെ കൈയിലൂടെ മേൽപോട്ട് സഞ്ചരിച്ചു. അവളുടെ തോളിലൂടെ ഇഴഞ്ഞ് കഴുത്തിലെത്തി. ഒടുവിൽ അവളുടെ കാതോരെത്തി നിന്നു. അവളുടെ കാതിൻ തുമ്പ് കടിച്ചുവിട്ട് നുണഞ്ഞതും അവളുടെ കൈ അവൻ്റെ ഷർട്ടിൽ അമർന്നു. ഒപ്പം കണ്ണുകൾ താനെ അടഞ്ഞുപോയി. അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് പതിയെ ചാഞ്ഞു. അവൻ അവളുടെ വലതുവശം ചേർന്ന് കിടന്നു. അവൻ്റെ അധരങ്ങൾ അവളുടെ നെറുകയിൽ അമർന്നു. പിന്നീട് മൂക്കിൻ തുമ്പിലൂടെ താഴേക്ക് ഒഴുകി നടന്നു. ഒടുവിലത് അവളുടെ അധരങ്ങളിൽ വിശ്രമം കൊണ്ടു. അവളുടെ അധരങ്ങളിൽ നേർമയായി ചുംബിച്ചുകൊണ്ട് അവളുടെ കണ്ണിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ചു. ആ നോട്ടത്തിന് പിന്നിൽ എന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എന്തേ? ഒന്നും പറയാതെ തൻ്റെ കമ്മൽ അഴിച്ചു മാറ്റുന്നവൻ്റെ മുഖം തന്നോട് അടുപ്പിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അന്നേരം അവൻ ഒന്നുമില്ലെന്ന പോലെ കണ്ണ് ചിമ്മി തൻ്റെ പ്രവൃത്തി തുടർന്നു. ഇരു ചെവിയിലെയും കമ്മൽ ഊരിയെടുത്തു. അത് കഴിഞ്ഞ് അവളുടെ കഴുത്തിലേക്ക് മുഖം അടുപ്പിച്ചു. കഴുത്തിലെ ചോക്കറും അഴിച്ചെടുത്തു. കൂടെ ഇരു കൈയിലെ വളയും സാരിക്ക് മേലെയായി കിട്ടിയ ഹിപ്പ് ചെയിനും. തൻ്റെ വയറിൻ്റെ ഭാഗത്തേക്ക് മുഖം അടുപ്പിച്ചു. ഹിപ്പ് ചെയിൻ അഴിക്കാൻ നേരം അവൻ്റെ ചുടുനിശ്വാസം അവളുടെ വയറിൽ പതിയുന്നുണ്ടായിരുന്നു. ശ്വാസം അമർത്തി പിടിച്ച് അവൾ തൻ്റെ വയറ് ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചു. സ്ഥാനം മാറിക്കിടക്കുന്ന സാരിയിൽ കൂടി അവളുടെ വയറും നാഭിച്ചുഴിയും കുറേശ്ശെയായി പുറത്തേക്ക് ദൃശ്യമാണ്. അവളുടെ സാരി വകഞ്ഞു മാറ്റി നാഭിച്ചുഴിക്ക് ചുറ്റും നാവ് കൊണ്ട് വൃത്തം വരയ്ക്കുമ്പോൾ അവളുടെ കൈ ബെഡ്ഷീറ്റിൽ മുറുകി. ശേഷം അവൻ അവിടം അമർത്തി ചുംബിച്ചു. അത് കഴിഞ്ഞ് അവൻ്റെ കൈകൾ അവളുടെ സാരിയുടെ പിന്നിൽ അമർന്നതും അവളുടെ ഹൃദയമിടിപ്പേറി വന്നു. മാറിലെ മറ നീക്കിക്കൊണ്ട് സാരി തലപ്പെടുത്ത് മാറ്റിയപ്പോൾ നെഞ്ചിടിപ്പിനനുസരിച്ച് അവളുടെ മാറിടം ഉയർന്നു താഴ്ന്നത് അവൻ ഒരു നിമിഷം നോക്കി നിന്നു. പാവാടക്കുള്ളിലായി തിരികെ വെച്ച ഞൊറി ഉള്ളിലേക്ക് കൈയിട്ട് എടുക്കുമ്പോൾ അവളൊന്ന് ഏങ്ങിപ്പോയി. അന്നേരം അവനിൽ പതിവ് കള്ളച്ചിരി. അടുത്ത നിമിഷം അവളിൽ നിന്നും സാരി പൂർണ്ണമായും അടർന്നു പോയിരുന്നു. അവന് മുന്നിൽ ഒരുപാട് തവണ അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിലും തൻ്റെ മേനിയിലേക്കുള്ള അവൻ്റെ ആ കള്ളനോട്ടം അവളിൽ നാണം പടർത്തി. അവൾ തൻ്റെ കൈകൾ വെച്ച് മുഖം പൊത്തിപ്പിടിച്ചു. അവളുടെ കൈകൾ എടുത്തു മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ എന്ന പോലെ പുരികം പൊക്കിയപ്പോൾ അവൾ നാണത്താൽ ചിണുങ്ങിക്കൊണ്ട് തലയണയിലേക്ക് മുഖം പൂഴ്ത്തിക്കിടന്നു. അവൻ അവളുടെ പിന്നിലൂടെ വന്ന് അവളോട് ഒന്നുകൂടെ ഒട്ടിച്ചേർന്ന് കിടന്നു. കമഴ്ന്ന് കിടക്കുന്ന അവളുടെ നഗ്നമായ ഇടുപ്പിലൂടെ അവൻ്റെ കണ്ണുകൾ ഒഴുകി നടന്നു. പിന്നാലെ അവൻ്റെ കൈകൾ അവിടേക്ക് സഞ്ചരിച്ചു. ഒടുവിൽ അവളുടെ വയറിലെത്തി നിന്നതും എന്തിനോ വേണ്ടി അവൻ്റെ കൈകൾ അവിടെ മലഞ്ഞു. ഒടുവിൽ അവൻ്റെ വിരൽ അവളുടെ നാഭിച്ചുഴിയിൽ ആഴ്ന്നതും അവളൊന്ന് കുറുകിക്കൊണ്ട് തലയണയിൽ പിടിമുറുക്കി. ഒപ്പം കൃഷ് അവൾക്ക് ഭാരം കൊടുക്കാത്ത രീതിയിൽ അവളുടെ മേലെ അമർന്നുകൊണ്ട് അവളുടെ തലയിൽ വെച്ചിരിക്കുന്ന മുല്ലപ്പൂവ് മണത്തു നോക്കി. അതിൻ്റെ സുഗന്ധം അവൻ മതി വരുവോളം ആസ്വദിച്ചു. ഒരു കൈയാൽ അവളുടെ വയറിൽ കുസൃതി കാട്ടുമ്പോൾ മറുകൈയാൽ അവളുടെ പിൻകഴുത്തിൽ നിന്നും മുടി വകഞ്ഞു മാറ്റി അവിടം ചുണ്ടുകൾ പതിപ്പിച്ചു. നന്ദൂട്ട, ഇങ്ങോട്ട് നോക്ക്. ഒന്ന് നോക്ക് പെണ്ണേ, ഞാൻ നിന്നെ പിടിച്ചു നിന്നാണെന്ന് പോണില്ല. നീ ഓക്കെ അല്ലെങ്കിലേ ഞാൻ കാത്തിരുന്നോളാന്നേ. നമുക്ക് പഴയതുപോലെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ മതിനേ. അവനാ പറഞ്ഞത് കേട്ടതും അവൾ അവന് നേരെ തിരിഞ്ഞു. നീ എന്താ പറഞ്ഞത്? നന്ദു ചോദിച്ചു. നീ ഓക്കെ അല്ലെങ്കിൽ ഞാൻ കാത്തിരുന്നോളാന്ന്. ഞാൻ ഓക്കെ ആണെങ്കിൽ നീ ഓക്കെ ആണെങ്കിലേ പിന്നെ എന്നും പറഞ്ഞവൻ കള്ളച്ചിരിയോടെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയപ്പോൾ അവളൊന്ന് പിടഞ്ഞു പോയി. അവൻ്റെ ചുണ്ടും നാവ് അവളുടെ കഴുത്തിൽ ഒഴുകി നടക്കുമ്പോൾ അവളുടെ കൈകൾ അവൻ്റെ മുടിയിലേക്ക് നൂണ്ട് കയറി. അവൻ്റെ കൈകളാൽ അവളുടെ ബ്ലൗസും ഇന്നർ വെയറും അടർന്നു മാറിയപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കാനാവാതെ അവൾ മിഴികൾ താഴ്ത്തിക്കളഞ്ഞു. അവളുടെ നഗ്നമായ മാറിടത്തിലൂടെ അവൻ്റെ കണ്ണുകൾ അലഞ്ഞു നടന്നു. അവൻ്റെ ആ നോട്ടം താങ്ങാനാവാതെ അവൾ കൈകൾ വെച്ച് മാറി മറച്ചപ്പോൾ അവൻ ബലം പ്രയോഗിച്ച് അവളുടെ കൈ എടുത്തു മാറ്റി. പല തവണയായി തന്നെ കൊതിപ്പിച്ച അവളുടെ മൃദുലതയെ അവൻ മറയില്ലാതെ തൊട്ടറിഞ്ഞപ്പോൾ അവൾ തൻ്റെ കണ്ണുകൾ ഇറുകെ പൂട്ടി. അടുത്ത നിമിഷം അവൻ അവിടേക്ക് മുഖം പൂഴ്ത്തിയതും അവളുടെ ഹൃദയം പോലും വിറച്ചു പോയിരുന്നു. അവൻ്റെ ചുണ്ടും നാവും അവിടെ ഒഴുകി നടക്കുന്നതിനോടൊപ്പം അവൻ അവളുടെ ഇടത് മാറിടം വായ്ക്കുള്ളിലാക്കി നുണഞ്ഞു തുടങ്ങിയിരുന്നു. ഒപ്പം വലത് മാറിടം അവൻ്റെ കൈകളാൽ ഞെരിഞ്ഞു തുടങ്ങി. അവൻ സമ്മാനിക്കുന്ന സുഖമുള്ള നോവിൽ അവളിൽ നിന്നും ഷീൽക്കാരങ്ങൾ ഉയർന്നു വന്നു. അതവൻ്റെ ആവേശം ഇരട്ടിച്ചു. ഇരുമാറും മാറി മാറി നുണയുന്നതിനോടൊപ്പം അവൻ്റെ കൈകൾ അവളുടെ വയറിൽ അലഞ്ഞു നടന്നു.
അവൻ തൻ്റെ പല്ലിനാൽ അവളുടെ പാവാട ചരടിൻ്റെ കെട്ടഴിച്ചതും അവളുടെ നെഞ്ചടിപ്പേറി. അവൻ്റെ കൈകളാൽ താൻ പൂർണ്ണമായും നഗ്നയാവുന്നത് അവൾ സ്വപ്നലോകത്തെന്ന പോലെ അറിയുന്നുണ്ടായിരുന്നു. തൻ്റെ നഗ്നമേനിയിലേക്കുള്ള അവൻ്റെ കള്ളനോട്ടവും ആ കള്ളച്ചിരിയും അവളെ കൂടുതൽ തളർത്തി. ഒപ്പം അവൻ്റെ ചുണ്ടുകൾ അവളുടെ പെൺമയിൽ അമർന്നതും ഒരേങ്ങലോടെ അവൾ അവൻ്റെ മുടിയിൽ പിടിമുറുക്കി. അവൻ തൻ്റെ ചുണ്ടിനാലും നാവിനാലും അവളിലെ ഓരോ അണുവിനെയും ചുംബിച്ചുണർത്തി. ഈ വിദേശമുല്ലേ എനിക്കൊരുപാട് ഇഷ്ടമായി. ഞാൻ ഈ മുല്ലപ്പൂവിനെ അങ്ങ് മുഴുവനായി എടുക്കാൻ പോവുകയാണേ. അവളുടെ ചുണ്ടിൽ ചെറുതായി മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ കണ്ണു തുറന്നു അവനെ നോക്കി. അവൻ തൻ്റെ മുന്നിൽ വെച്ച് വിവസ്ത്രനാവുന്നത് കണ്ടപ്പോൾ അവൾ നാണത്തോടെ തൻ്റെ കൈകൾ വെച്ച് മുഖം പൊത്തി തൻ്റെ കാഴ്ചയെ മറച്ചു പിടിച്ചു. അതിനിടയിൽ വിരലുകൾക്കിടയിൽ കൂടി ഓട്ടയുണ്ടാക്കി നോക്കിയപ്പോൾ അവൾ വീണ്ടും കാണുകയായിരുന്നു കാൽവിൻ ക്ലൈൻ. അവൾ അറിയാതെ ഇത്തിരി ഉറക്കെ പറഞ്ഞു പോയതാണ്. യെസ്, കാൽവിൻ ക്ലൈനാണ്. അതിനെന്താ? കൃഷ് തിരിച്ചു ചോദിച്ചു. അതിനൊന്നുമില്ല. പിന്നെ ആ സാധനം ഇടുമ്പോഴേ ആ പാൻ്റ് ഒന്ന് ഇത്തിരി പൊക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലേര് അകത്തിട്ടത് നാട്ടുകാർ മുഴുവനും കാണും. അവൻ്റെ മുഖത്ത് നോക്കാതെയാണ് അവളത് പറയുന്നത്. എൻ്റെ നന്ദൂട്ടാ, ഞാൻ ബ്രാൻഡഡ് ആണെന്ന് നാലാൾ അറിയട്ടെന്ന്. അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ മുഖം കോട്ടി. എങ്കിൽ പിന്നെ അത് പാൻറ്റിന് പുറത്തിടുന്നതായിരിക്കും നല്ലത്. അതാവുമ്പോൾ നാലാളല്ല 4000 ആൾ വരെ അറിഞ്ഞോളും. നന്ദു പിറുപിറുത്തു. അകത്ത് തന്നെയാണല്ലോ ഇടുന്നത്, ആര് പറഞ്ഞല്ലെന്ന്. അതിനിടയിലാണ് അവൻ്റെ ആ പറച്ചിൽ. അത് കേട്ട് കിളി പോയി നിൽക്കുന്നവളെ കണ്ടതും അതെ ഈ അണ്ടർ വേറെ എന്നും പറഞ്ഞൊപ്പിച്ചു അവൾക്ക് മേലെ അമർന്നവനെ കണ്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവനിലെ പൗരുഷം അവളിൽ അമർന്നതും അവളുടെ ഉടലാകെ വിറപൂണ്ടു. പ്രണയത്തിനുമപ്പുറം അവൻ്റെ കണ്ണുകളിപ്പോൾ മറ്റെന്തൊക്കെയോ വികാരങ്ങളിൽ നിറഞ്ഞു വരുന്നത് അവൾക്ക് കാണാമായിരുന്നു. അടുത്ത നിമിഷം അവൻ അവളുടെ ഉടലാകെ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു അവളിലെ പെണ്ണിനെ തഴുകിയുണർത്തി. പതിയെ പതിയെ അവളുടെ പെണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയതും വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തോവി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവൻ പിൻവാങ്ങാൻ ഒരുങ്ങിയെങ്കിലും അവൾ അവനെ ഇറുകെ പുണർന്നു. പതിയെ അവൻ അവളുടെ വേദനയെ ഇല്ലാതാക്കി അനുഭൂതി പകർന്നുകൊണ്ട് അവളിലേക്ക് മുഴുവനായും അലിഞ്ഞു ചേർന്നു. ഒടുവിൽ രാത്രിയുടെ ഏതോ യാമത്തിൽ അവൻ കിതപ്പോടെ അവളിലേക്ക് തന്നെ തളർന്നു വീണു. തൻ്റെ തൊട്ടരികിൽ തളർന്നു കിടക്കുന്ന പെണ്ണിനെ അവനൊന്ന് നോക്കി. തൻ്റെ നഗ്നത പോലും വകവെക്കാതെ അവൾ അപ്പോഴും അവശയായി കിടക്കുവാണ്. അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൻ മതിവരാത്ത പോലെ ആ നെറുകയിൽ ചുംബിച്ചുകൊണ്ടിരുന്നു. അതറിഞ്ഞിട്ടാവണം അവൾ കണ്ണു തുറന്നു നോക്കിയത്. ഒരുപാട് നൊന്തോ? സോറി, അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചത് മാത്രമേ ഉള്ളൂ. അവളുടെ ആ ചിരിയിലുണ്ടായിരുന്നു ആ വേദനയുടെ ആഴം. സോറി, ഞാൻ വേദനിപ്പിക്കാതെ നോക്കിക്കോളാം. അവളുടെ നെറുകയിൽ പിന്നെയും അവൻ ചുണ്ട് പതിപ്പിച്ചപ്പോൾ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പിന്നെയും കൊഴിഞ്ഞു വീണു. ആ വർഷത്തെ ലാസ്റ്റ് സെം എക്സാം ആവാറായി. ഇതിനിടയിൽ തനും വിരാജും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു. ഫൈനൽ എക്സാം കഴിഞ്ഞ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അന്ന് നന്ദുവിനെ കൊല്ലാൻ നോക്കിയത് പിന്നെ സഞ്ജയിനെ ആരും കണ്ടിട്ടേയില്ല. അവൻ നാട്ടിലില്ലാത്തതുകൊണ്ടും വിവാഹം ഉറപ്പിച്ചതുകൊണ്ടും താനും ഇപ്പോൾ അവളുടെ വീട്ടിൽ തന്നെയാണ് താമസം. അന്ന് പതിവ് പോലെ വിരാജ് തന്നെയാണ് അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. അപ്പോഴേക്കും സമയം 5 മണിയായിരുന്നു. കോളിംഗ് ബെൽ അമർത്തിയിട്ടും ഡോർ തുറക്കാഞ്ഞപ്പോഴാണ് താനും അമ്മയ്ക്ക് കോൾ ചെയ്യുന്നത്. അപ്പോഴാണ് അമ്മ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നതാണെന്ന് അറിയുന്നത്. ഡോറിൻ്റെ കീ മാറ്റിൻ്റെ താഴെ ഉണ്ടെന്ന് പറഞ്ഞതും താൻ ഡോർ തുറന്ന് അകത്ത് കയറി. വിരാജ് അവളെ തനിച്ച് വിട്ടിട്ട് പോകാൻ ഒരുക്കമല്ലായിരുന്നു. അതിനാൽ അവർ വന്നിട്ടേ പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് അവനും അകത്ത് കയറി. അവൻ ഹാളിലെ സെറ്റിയിലിരുന്ന് ഫോൺ നോക്കാനൊരുങ്ങിയപ്പോൾ അവൾ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. കുറച്ച് കഴിഞ്ഞതും വിരാജ് ഫോണും പോക്കറ്റിലിട്ട് അടുക്കളയിലേക്ക് നടന്നു. അന്നേരം അവൻ കാണുന്നത് ചുരിദാറിൻ്റെ ഷോൾ ഉരുവെച്ച് മുടിയൊക്കെ പൊക്കിക്കെട്ടി മൂളിപ്പാട്ടും പാടി മാഗിയും ചായയും ഉണ്ടാക്കുന്ന തനുവിനെയാണ്. അവളുടെ പിന്നിലൂടെ വന്ന് അവളുടെ കാതോരം ചെറുതായി ഊതിയതും അവൾ ഞെട്ടലോടെ അവന് നേരെ തിരിഞ്ഞു. പേടിപ്പിച്ചു കളഞ്ഞല്ലോ, അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ വീണ്ടും തൻ്റെ കുക്കിങ്ങിലേക്ക് തിരിഞ്ഞു. അന്നേരം അവൻ അവളുടെ വയറിലൂടെ കയറ്റി ഇറുകെ പുണർന്നതും അവളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അവൻ അവളുടെ തോളിൽ താടി ഊന്നി നിന്നു. അന്നേരം അവൻ ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ തൻ്റെ പ്രവൃത്തി തുടർന്നു. ഇതാർക്കാ ഈ മാഗിയൊക്കെ ഉണ്ടാക്കുന്നേ? അവൻ ചോദിച്ചു. നമുക്ക്. എനിക്കൊന്നും വേണ്ട നിൻ്റെ മാഗി, നീ ഒറ്റയ്ക്ക് കഴിച്ചാൽ മതി. അതെന്താ വേണ്ടാത്തേ? തനു പരിഭവിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കിഷ്ടമല്ല, അത്ര തന്നെ. പിന്നെന്താ വേണ്ടേ? പറ, ഞാൻ ഉണ്ടാക്കി തരാം. പിന്നെന്താ വേണ്ടതെന്ന് ചോദിച്ചാലേ നീ ഉണ്ടാക്കാന്ന് വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം, അവൻ കുറുമ്പോടെ പറഞ്ഞു.
എന്നാൽ എടുത്തോ, ദേ ആ ഷെൽഫിലാണ് സ്നാക്സ് ഉള്ളത്. അപ്പോഴേക്കും ഞാൻ ചായ ഒഴിച്ചു വെക്കാം. നിന്റെ ചായയും സ്നാക്സും ഒന്നും എനിക്ക് വേണ്ടെങ്കിലോ? അവളുടെ തോളിൽ നിന്നും ടോപ്പ് അല്പം താഴ്ത്തി അവളെ ചുണ്ട് പതിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ കണ്ണിറുക്കി അടച്ചു. പിന്നെ ഇത്തവണ അവൾക്ക് ചെറുതായി പിടികിട്ടിയെങ്കിലും അവൾ അറിഞ്ഞതായി ഭാവിച്ചില്ല. എന്താണെന്നോ? അത് പറയുന്നതിനോടൊപ്പം അവൻ്റെ അതിരങ്ങൾ അവളുടെ കാതോരം പതിഞ്ഞു. ഒപ്പം അവൻ്റെ കൈ അവളുടെ ടോപ്പിനുള്ളിലേക്ക് അരിച്ചിറങ്ങി. അവളുടെ നാഭിച്ചുഴിയിലേക്ക് ആഴ്ന്നിറങ്ങിയതും അവൾ പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് അവന് നേരെ തിരിഞ്ഞു. അവളുടെ കൈ അവൻ്റെ ഷർട്ടിൽ അമർന്നു. അന്നേരം അവൻ്റെ മുഖത്ത് നോക്കാതെ തലയും താഴ്ത്തി നിൽക്കുന്നവളെ തന്നിലേക്ക് ഒന്നുകൂടെ അടുപ്പിച്ചു. താടി പിടിച്ചുയർത്തി ആ കണ്ണിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ പ്രണയം ഒഴുകുന്ന ആ നോട്ടത്തിൽ അവൾ അടിമപ്പെട്ടു പോയിരുന്നു. അവൻ്റെ അതരങ്ങൾ അവളുടെ അതരങ്ങളുമായി കൊരുത്തതും അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി. ഇരുവരും ചുംബനം ഒരുപോലെ ആസ്വദിക്കുന്ന വേളയിലാണ് പിന്നിൽ നിന്നും ആരോ വന്ന് അവൻ്റെ തലയിലേക്ക് ഒരു ഫ്ലവർ വേസ് വെച്ച് ആഞ്ഞടിക്കുന്നത്. വിരാജ് വേദന കൊണ്ട് പൊളഞ്ഞുപോയി. ഇരുവരുടെയും മധുരങ്ങൾ തമ്മിൽ വേർപെട്ടു. എന്താണ് സംഭവിച്ചതെന്ന് ഇരുവർക്കും ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ പിന്നിൽ നിന്നും സഞ്ജയ് വീണ്ടും അവൻ്റെ തലയിലേക്ക് ആഞ്ഞടിക്കാൻ നോക്കിയതും സഞ്ജയുടെ പ്രവൃത്തി തനുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ വിരാജിനെ പിടിച്ചു തള്ളുകയും ചെയ്തു. പിന്നീട് ആ ഇടി തനുവിൻ്റെ തലയിലേക്കാണ് കൊണ്ടത്. തനുവിൻ്റെ നെറ്റി പൊട്ടി ചോര വരുന്നുണ്ടായിരുന്നു. സഞ്ജയ് ക്രൂരമായ ചിരിയോടെ തനുവിനെ കയറി പിടിച്ചതും സമനില കൈവിട്ടുപോയ വിരാജ് അവിടെ കിടക്കുന്ന കത്തിയെടുത്ത് സഞ്ജയിൻ്റെ പള്ളയിലേക്ക് കയറ്റി. അടുത്ത നിമിഷം സഞ്ജയ് നിലം പതിച്ചു. അന്നേരം ഇരുവരും തറയിൽ തളർന്നിരുന്നു പോയിരുന്നു. വിരാജ് അവളെ തന്നെ നെഞ്ചോടടുപ്പിച്ചു. കുറച്ചു കഴിഞ്ഞ് തനു സഞ്ജയിൻ്റെ മൂക്കിൽ ഒന്ന് തൊട്ടു നോക്കിയതും അവൻ്റെ ശ്വാസം നിലച്ചുപോയി എന്ന് മനസ്സിലാക്കിയ തനു ഭയത്തോടെ വിരാജിനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നത് കണ്ടതും ഒരിക്കലും നിന്നെ ഞാൻ തനിച്ചാക്കില്ല എന്ന പോലെ വിരാജ് അവളെ ചേർത്ത് പിടിച്ചു. അടുത്ത നിമിഷം വിരാജ് കൃഷ്ണനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതും ഒരു നിമിഷം കൃഷ് ഞെട്ടിയെങ്കിലും അടുത്ത നിമിഷം അവൻ്റെ കണ്ണുകളിൽ പലതരം ഭാവങ്ങൾ മിന്നിമാഞ്ഞു. ഒരു നിമിഷം പോലും പാഴാക്കാതെ കൃഷ് കൂട്ടുകാരെ വിവരം അറിയിച്ചു. അവർ കൂട്ടുകാരെല്ലാവരും അങ്ങോട്ട് എത്തുകയും വിരാജിനെയും തനുവിനെയും വേറെ വേറെ ഹോസ്പിറ്റലിൽ എത്തിച്ചു മുറിവ് ഡ്രസ് ചെയ്യുകയും ചെയ്തു. ശേഷം ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ബോഡി അവിടെ നിന്ന് മാറ്റി. തനുവിൻ്റെ അച്ഛനും അമ്മയും തിരിച്ചു വരുന്നതിന് മുൻപ് വീട് വൃത്തിയാക്കി ഒരു ഗുണ്ടയെ ഏർപ്പാടാക്കി ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത വിധം വേണ്ട പോലെ സംസ്കരിക്കാൻ ഏർപ്പാടുണ്ടാക്കി. പിന്നീട് ആ രഹസ്യം അവർ സുഹൃത്തുക്കളിൽ മാത്രം ഒതുങ്ങി നിന്നു. ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞു വീണു. ഫൈനൽ എക്സാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് തനുവിൻ്റെയും വിരാജിൻ്റെയും വിവാഹം എല്ലാവരും വൻ ആഘോഷമാക്കി മാറ്റി. എക്സാം കഴിഞ്ഞതും കൃഷ് അച്ഛൻ്റെ കൂടെ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ബിസിനസ്സിൽ കൃഷ് അവൻ്റേതായ ഐഡിയാസൊക്കെയും പരീക്ഷിച്ചു തുടങ്ങി. അച്ഛനിപ്പം മകനെ പറ്റി നല്ല മതിപ്പാണ്. കൃഷും നന്ദവും വല്ലപ്പോഴും ഏതൻസിൽ പോയി 1-2 ദിവസം അവിടെ താമസിച്ചു. സണ്ണിച്ചായൻ്റെയും കാതറിൻ്റെയും കൂടെ അടിച്ചു പൊളിക്കും. ഇതിനിടയിൽ കൃഷും നന്ദവും ഫിൻലാൻഡിൽ ചെന്ന് മുടങ്ങിപ്പോയ ഹണിമൂണും ആഘോഷിച്ചിരുന്നു. വീണ്ടും പുതിയൊരു അധ്യയന വർഷം ആരംഭിച്ചു. കൃഷിയില്ലാതെ കോളേജിൽ പോവുക ആദ്യമൊക്കെയും നന്ദുവിന് വലിയ പ്രയാസമായിരുന്നു. പിന്നെ അത് ശരിയായി വന്നു. അതിനിടയിൽ PG എക്സാം റിസൾട്ട് വന്നു. പഠിപ്പിച്ചിട്ട് വിരാജ് ഇത്തവണയും റാങ്ക് സ്വന്തമാക്കിയപ്പോൾ ആർക്കും വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല. ഞെട്ടിയത് കൃഷിൻ്റെ മാർക്ക് കണ്ടാണ്. അവന് 90% മാർക്കുണ്ട്. ഒപ്പം ഫസ്റ്റ് ഇയറിലെ പേപ്പേഴ്സ് ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതി സെറ്റാക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും പിന്നിൽ നന്ദുവിൻ്റെ കൈകളായിരുന്നു. എക്സാം ടൈമിൽ ചെക്കൻ എന്തൊക്കെയോ പറഞ്ഞ് കൊതിപ്പിച്ച് പഠിപ്പിച്ചെടുത്തതാണ് പെണ്ണ്. പിന്നീട് അതൊക്കെയും സാധിച്ചു കൊടുത്തു ആവോ. ഇന്നിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി കോളേജിലേക്ക് വന്നതാണ്. സർട്ടിഫിക്കറ്റേയും വാങ്ങിക്കഴിഞ്ഞ് ഇപ്പോഴും സിംഗിളായി കഴിയുന്ന നമ്മുടെ പിള്ളേർ പുതുതായി ഫസ്റ്റ് ഇയറിലേക്ക് വന്ന പെൺപിള്ളേരെ നോട്ടം ഇട്ട് വെച്ചു. എത്രയും പെട്ടെന്ന് ഓരോന്നിനെയും കണ്ടെത്തി കെട്ടിയിട്ട് വേണം 2 ഭർത്താക്കന്മാരുടെ മുന്നിൽ തലയുയർത്തി പിടിച്ച് നടക്കാൻ. എല്ലാവരും ആ ഒരു വാശിയിലാണ്. അങ്ങനെ വെറും 1 മണിക്കൂർ കൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പോവേണ്ട അവർ വൈകുന്നേരം വരെ കുത്തിയിരുന്ന് പ്രണയത്തിൻ്റെ പ്രിലിമിനറി സ്റ്റേജിലേക്ക് കടന്നു. 4 മണി കഴിഞ്ഞതും പിള്ളേരൊക്കെയും പോയി തുടങ്ങി. കൃഷ് നന്ദുവിനെയും അന്വേഷിച്ച് കോളേജ് വരാന്തയിലൂടെ നടക്കാൻ നേരാണ് ഒഴിഞ്ഞ ക്ലാസ് മുറിയിലിരുന്ന് ഒരു പെണ്ണ് ഒരു പേപ്പറിൽ എന്തോ എഴുതുന്നതും അതിനെ മടക്കി എയ്റോപ്ലെയിനാക്കി ബാഗിൽ ഇടുന്നതും അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ പെണ്ണ് പ്ലെയിനും ബാഗിലിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നേരം കൃഷ് മറഞ്ഞു നിന്നു. ശേഷം അവൾ അറിയാതെ അവളെ പിന്തുടർന്നു. പാർക്കിംഗ് ഏരിയോട് ചേർന്നുള്ള പഴയ ലൈബ്രറിക്ക് പിന്നിൽ ഒളിഞ്ഞിന്ന് ഋഷിൻ്റെ വരവും കാത്തിരിക്കുന്ന പെണ്ണിനെ നോക്കിക്കൊണ്ട് കൃഷ് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നു. ഋഷിൻ കാറിൻ്റെ അരികിലേക്ക് നടക്കുന്നേരം ആ പെണ്ണ് പ്ലെയിൻ പറത്തിവിട്ടു. ആ രംഗം കൃഷ് ക്യാമറയിൽ പകർത്തി തിരിയാൻ നേരാണ് നന്ദു പിറകിൽ വന്ന് അവനെ തോണ്ടുന്നത്. അവൾ കാര്യം തിരക്കിയപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് കൃഷ് അവളുടെ കൈയും പിടിച്ചു ആ വരാന്തയിലൂടെ നടന്ന് നീങ്ങുമ്പോൾ ആ വീഡിയോ ഋഷിൻ്റെ നമ്പറിലേക്ക് കൃഷ് സെൻഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഈ വീഡിയോ പിന്നീട് ഋഷിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിലെ പെണ്ണിനെ കണ്ട് അവൻ്റെ കിളി പോയി. BSc സെക്കൻഡ് ഇയറിലെ കൃതി.
ക്ലാസ്സിൽ ഉഴപ്പി നടക്കുന്ന തനി കൂതറ പെണ്ണ്. അവൻ്റെ കയ്യിൽ നിന്നും ഇമ്പോസിഷൻ വാങ്ങിക്കൂട്ടുന്ന ഒരു പ്രത്യേക ജന്മം. എന്നാലും അവളുടെ ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് പിടികിട്ടിയില്ലല്ലോ, ഋഷിൻ ചിന്തിച്ചു. ഈ പെണ്ണിനെ എങ്ങനെ ഞാൻ കൂടെ കൊണ്ട് നടക്കും? ഷോ! അവൻ താടിക്ക് കൈവച്ച് പോയി. പിറ്റേന്ന് അവൻ സെക്കൻഡ് ഇയർ ക്ലാസ്സിൽ ചെന്നതും ആദ്യം ക്വസ്റ്റ്യൻ ചോദിച്ചതും ആ പെണ്ണിനോടായിരുന്നു. അവൾ അന്നും നല്ല അന്തസ്സായി ഇമ്പോസിഷൻ വാങ്ങിക്കൂട്ടി. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരം അവളോട് സ്റ്റാഫ് റൂമിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങിയതും അവൾ അവന് പിന്നാലെ ഇറങ്ങി നടന്നു. ഋഷിൻ അവളെയും കൊണ്ട് നേരെ ചെന്നത് തൻ്റെ അച്ഛൻ്റെ ക്യാബിനിലേക്കാണ്. അച്ഛനിന് ലീവാണെന്ന് അവൻ അറിയാമായിരുന്നു. ആ ധൈര്യത്തിൽ ചെന്നതാണ്. പ്രിൻസിയുടെ കസേരയിൽ ഞെളിഞ്ഞിരുന്ന് അവളെ നോക്കിയപ്പോൾ അവൾ മുറിയിലെ ഫയലിൻ്റെ കണക്കെടുക്കുവാണ്. ടേബിളിൽ തട്ടി ഒച്ചയുണ്ടാക്കി പേടിപ്പിക്കാൻ നോക്കിയതാണ്. അവൻ്റെ കൈ വേദനിച്ചത് മിച്ചം. പിന്നെ നേരിട്ട് മാറ്ററിലേക്ക് കടന്നു. ആ വീഡിയോ കാട്ടിക്കൊടുത്തപ്പോൾ അവൾ ശരിക്കൊന്ന് പതറി. അവൾ പലതരം നമ്പർ ഇറക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. നാളെ അച്ഛനെയും കൂട്ടിക്കൊണ്ടു വന്ന് എന്നെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് പെണ്ണിൻ്റെ കരച്ചിൽ. അയ്യോ സാറേ, എൻ്റെ അച്ഛൻ ഇക്കാര്യം അറിഞ്ഞാൽ എന്നെ വെട്ടി നോക്കും എന്നും പറഞ്ഞ് പെണ്ണ് ഒരേ ഒരു കരച്ചിൽ. ഒടുവിൽ അവൾ കരച്ചിൽ നിർത്തുന്നില്ല എന്ന് കണ്ടതും അവൻ കലിപ്പിട്ട് കരച്ചിൽ നിർത്താൻ പറഞ്ഞു നോക്കിയെങ്കിലും അവൾ നിർത്തുന്ന മട്ടില്ല. ഒടുവിൽ അവൻ അവളുടെ അരികിൽ ചെന്ന് എന്തൊക്കെയോ പറഞ്ഞു നോക്കി. എവിടെന്ന്? പിന്നെ അവൻ്റെ കൈകൾ അറിയാതെ അവളുടെ കണ്ണൊക്കെ തുടച്ചു കൊടുത്തതും അവളുടെ കരച്ചിൽ സ്വിച്ചിട്ട പോലെ നിന്നു. ഞാനിനി എന്ത് ചെയ്യണം സാർ? സാറിനെ മറക്കണോ? സാർ പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം. അവൾ നിഷ്കുവായി ചോദിക്കുന്നത് കേട്ടപ്പോൾ ഈ കുരിപ്പിനോട് ഇനി മറക്കാൻ പറഞ്ഞാൽ വീണ്ടും സ്വിച്ചിട്ട പോലെ കരയാൻ തുടങ്ങിയാലോ എന്ന് പേടിച്ചു. ഇനിയിപ്പോൾ സ്നേഹിച്ചു പോയില്ലേ, ഇനി തുടർന്ന് അങ്ങോട്ട് സ്നേഹിച്ചോ എന്നവന് പറയേണ്ടി വന്നു. അച്ഛൻ ഇത്രയും പേടിയുണ്ടായിട്ടാണോ നീ പ്ലെയിൻ പറത്തി കളിച്ചത്? താങ്ക് യു സാർ, എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിറങ്ങാൻ നേരം ഋഷിൻ അവളോട് ചോദിച്ചതാണ്. ആര് പറഞ്ഞു എനിക്ക് അച്ഛനെ പേടിയാണെന്ന്? എനിക്ക് പ്ലെയിൻ ഉണ്ടാക്കാനും പറത്താനും പഠിപ്പിച്ചതേ അച്ഛനാ. എൻ്റെ അച്ഛനെ എല്ലാം അറിയാം സാറേ. ഞാനൊരു നമ്പർ ഇറക്കിയതല്ലേ സാറിൻ്റെ മനസ്സറിയാൻ. കൊച്ചു കള്ളൻ എന്നെ ഇഷ്ടമാണല്ലേ? എന്നാൽ പോട്ടെ സാർ, അവന് നേരെ കണ്ണിറക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അടുത്ത നിമിഷം അവൻ്റെ കവിളിൽ അവളുടെ അധരങ്ങൾ പതിഞ്ഞതും അവൻ തൻ്റെ കവിളും പൊത്തിപ്പിടിച്ച് അവളുടെ ആ പോക്ക് നോക്കി നിന്നു. 3 വർഷങ്ങൾക്കിപ്പുറം ഋഷിൻ സാറടക്കം നമ്മുടെ പിള്ളേർക്കെല്ലാം സിംഗിളിൽ നിന്നും മിംഗിളിലേക്ക് പ്രൊമോഷൻ കിട്ടി. ഓരോരുത്തരുടെയായി വിവാഹം നടക്കുകയും ചെയ്തു. പാർട്ട്നേഴ്സ് എല്ലാം CMSൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഏറ്റവും ഒടുവിൽ കെട്ടിയത് അലോകാണ്. അലോകിൻ്റെ കെട്ട് കഴിയാൻ വേണ്ടി കാത്തിരുന്നതാണ് എല്ലാവരും. എന്തിനാണെന്നോ? ഒരുമിച്ച് ഹണിമൂൺ ആഘോഷിക്കാൻ. അലോക് വിവാഹം കഴിച്ചത് അഥീനയുടെ അനിയത്തി അലങ്കൃതിയാണ്. കൊച്ചി 2 വർഷം അലോകിൻ്റെ പിന്നാലെ നടന്നുവെങ്കിലും അവൻ മൈൻഡ് ചെയ്തില്ലായിരുന്നു. ഒടുവിൽ കൃഷ് മുഖേന നടന്ന വിവാഹമാണത്. കൂട്ടത്തിൽ ഏറ്റവും ഇളയ കൊച്ചാണ് അവൾ. ആളിപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. നന്ദുവും തനുവും PGക്ക് CMSൽ തന്നെ ജോയിൻ ചെയ്തു. ഇപ്പോൾ ഋഷിൻ സാറും പിള്ളേരുടെ ഗാങ്ങിൽ തന്നെ കൂടി. അല്ലേലും ഞങ്ങളെക്കാളും 1-2 വയസ്സിന് മൂപ്പുള്ള നിങ്ങൾ ആരാണ് സാറായിട്ട് കണക്കാക്കിയത്? കൃഷി ഇടയ്ക്കിടെ ഋഷിനിട്ട് താങ്ങും. അങ്ങനെ ഇന്നെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ട്രിപ്പ് പോവാണ്. അതും അങ്ങ് കാശ്മീരിലേക്ക്. പെൺപിള്ളേർക്ക് എല്ലാവർക്കും പാസ്പോർട്ട് ഇല്ല. അതുകൊണ്ട് ഇൻ്റർനാഷണൽ ട്രിപ്പ് അങ്ങ് ക്യാൻസൽ ചെയ്തതാണ്. ട്രിപ്പ് ശരിക്കും ആസ്വദിക്കാൻ വേണ്ടിയാണ് അവർ റോഡ് മാർഗം സ്വീകരിച്ചത്. അതും മിനി ബസ് ബുക്ക് ചെയ്ത്. ഹണിമൂൺ ട്രിപ്പ് ആരംഭിച്ചത് CMSൻ്റെ മുറ്റത്ത് നിന്ന് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും കോളേജിൽ നിന്ന് ട്രിപ്പ് പോകുന്ന ഫീലായിരുന്നു. ഓരോരുത്തരും കെട്ടിയോളുമാരുമൊത്ത് ഓരോരോ സീറ്റ് കൈയടക്കിയപ്പോൾ കൃഷും നന്ദുവും ഏറ്റവും പിറകിൽ ചെന്നിരുന്നു. അവിടെ ആകുമ്പോൾ നല്ല പ്രൈവസി കിട്ടുമല്ലോ. ഓപ്പോസിറ്റ് സൈഡിൽ ആഡിസും കെട്ടിയോളുമാണ്. ഇതേ സമയം ഋഷിൻ സാർ കോളേജിൽ നിന്നും ട്രിപ്പ് കൊണ്ടുപോവാണെന്ന തോന്നലിൽ സാറെന്ന പവർ ഏറ്റെടുത്ത് ഡോറിനരികിൽ നിന്നിട്ടുണ്ട്. വണ്ടി CMSൻ്റെ ഗേറ്റ് കടന്നതും വണ്ടിക്ക് കൈ കാണിക്കുന്ന ആളെ കണ്ട് ഋഷിൻ വണ്ടി നിർത്താൻ പറഞ്ഞു. ഋഷിനെ വകവെക്കാതെ വണ്ടിക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറി വന്ന ഡെയിനിനെ കണ്ട് ആഡിസ് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പോയി. അല്ല, നീ എന്താ ഇവിടെ? ആഡിസിൻ്റെ ചോദ്യത്തിന് പിന്നാലെ വണ്ടിയിലേക്ക് കയറി വന്ന ജെനിയെ കണ്ട് തനുവും നന്ദു അടക്കം കൃഷും ആഡിസും ദിവിനും എല്ലാവരും ഞെട്ടി. ദേടാ കൃഷ്, ലവളല്ലത്, ദിവിൻ കൃഷിനെ നോക്കി പറഞ്ഞപ്പോൾ കൃഷ് നന്ദുവിനെ കൂർപ്പിച്ച് നോക്കി. എൻ്റെ ആരുമല്ല അത്, അവളുടെ ഫ്രണ്ടാ, അവൾ ആ കൊച്ചിനെ ഒപ്പിച്ച് തന്നെ എന്നും പറഞ്ഞ് നന്ദു തനുവിനെ കാട്ടിക്കൊടുത്തു. അന്നേരം തനു എനിക്കൊന്നും അറിയില്ലേ എന്ന പോലെ വിരാജിൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. ഹലോ, പോകുന്നവർക്കും വരുന്നവർക്കും കയറാനേ, ഇത് റൂട്ട് ബസ് അല്ല, പെട്ടെന്ന് ഇറങ്ങിക്കേ. ഋഷിൻ സാർ ഡെയിനിനെയും ജെനിയെയും നോക്കി ധൃതി കൂട്ടിക്കൊണ്ട് പറഞ്ഞു. എടാ ആഡി, ഞങ്ങളെ അന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ പ്രണയത്തിലായിരുന്നു. ഞങ്ങൾ ഇന്ന് രാവിലെ രജിസ്റ്റർ മാരേജ് ചെയ്തു. 2 വീട്ടിലും സീന. എൻ്റെ അപ്പനെ എങ്ങനെയും ഒപ്പിക്കാം, പക്ഷേ ഇവളുടെ അപ്പൻ പാഷാണത്തിലെ കൃമിയാണ്. ഡെയിൻ പറഞ്ഞത് കേട്ട് ജെനി തലയും താഴ്ത്തി നിന്നു. ഞാൻ മര്യാദയ്ക്ക് ഇവളുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചപ്പോൾ ഇവളുടെ അപ്പന് സർക്കാർ ഉദ്യോഗസ്ഥനെ വേണമെന്ന്.
സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് കെട്ടിച്ചിട്ട് ഇപ്പം എന്ത് തേങ്ങ ഉണ്ടാക്കാനാ? ഡെയിൻ അവരോടൊന്നുമില്ലാതെ പറഞ്ഞു. എടാ ആഡിസ, ഇവനെ പെട്ടെന്ന് ഇറക്കി വിട്ടോ, ഇല്ലേലേ നമ്മളൊക്കെ കുടുങ്ങും. നമ്മളുടെ ട്രിപ്പ് മുടങ്ങൂട്ടോ. ഞങ്ങൾക്ക് കാശ്മീരിൽ ചെന്നിട്ട് മിറാ കാശ്മീർ എന്ന പാട്ടിട്ട് റീൽ ചെയ്യാനുള്ളതാ, ദിവ്യനാണ് പറഞ്ഞത്. എടാ ആഡി, നമ്മുടെ ജെയിംസ് അങ്ങൾ ഉറപ്പ് തന്നിട്ടുണ്ട് ഒരു പ്രശ്നവും വരാതെ നോക്കിക്കോളാന്ന്. എല്ലാം തണുക്കും വരെ തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ അങ്കിൾ പറഞ്ഞു. പ്ലീസ്റ്റാ, ഞങ്ങളും കൂടെ വന്നോട്ടെ. വേണേ ഈ ട്രിപ്പിലെ ഫുഡ് കോസ്റ്റ് മൊത്തമായിട്ട് ഞാൻ ഏറ്റെടുത്തോളാം, ഡെയിൻ എല്ലാവരെയും നോക്കി പറഞ്ഞു. പിന്നെ ഓസിക്ക് പൊട്ടടിക്കാൻ ഞങ്ങളെ കിട്ടില്ല. ഇനിയിപ്പോൾ നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണേ. ട്രിപ്പ് കോസ്റ്റേ മുഴുവനായിട്ട് ഏറ്റെടുത്തു. അല്ല പിന്നെ, അത്രയും പറഞ്ഞ് ഗമയിലിരിക്കുന്ന ധ്യാനിനെ അവൻ്റെ ഭാര്യ നോക്കി പേടിപ്പിച്ചു. അതൊന്നും വേണ്ട ആഡി, ഇവനും കൂടി വരുന്നത് നിങ്ങൾക്കെന്താ കുഴപ്പം? കൃഷ് പറഞ്ഞത് കേട്ടതും എല്ലാവരും സമ്മതിച്ചു. അന്നേരം ഡെയിൻ കൃഷിൻ്റെ കവളിൽ ഉമ്മ വെച്ചതും അയ്യേ എന്ന് പറഞ്ഞ് കൃഷ് കവള് അമർത്തി തുടച്ചു നന്ദുവിനെ നോക്കി. അവൾ ചിരി കടിച്ചു പിടിച്ചിരുന്നിട്ടുണ്ട്. അടുത്ത നിമിഷം വണ്ടി മുന്നോട്ട് നീങ്ങി. ഋഷിൻ അപ്പോഴും ഡോറിൻ്റെ സൈഡിൽ നിൽപ്പുണ്ട്. അന്നേരം ആളുടെ നേരെ ഒരു പ്ലെയിൻ പറന്നു വന്നു. ഋഷിൻ അതെടുത്ത് തുറന്നു നോക്കി. ഡോ മനുഷ്യ, ഈ വണ്ടിയിലെ ഒരു കിളിയുടെ ആവശ്യമില്ല. മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വന്ന് വെളിയിലേക്ക് തള്ളണോ? ഇത് വായിച്ച ഋഷിൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. നേരെ ചെന്ന് കൃതിയുടെ അരികിൽ ചേർന്നിരുന്നതും അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അലോകിൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന അല്ലുവിലേക്ക് ഒരു നിമിഷം വിരാജിൻ്റെ കണ്ണുകൾ ചെന്ന് നിന്നു. എവിടെയൊക്കെയോ അദീനയുടെ രൂപസാദൃശ്യം. വിരാജിൻ്റെ നോട്ടം താനു ശ്രദ്ധിച്ചിരുന്നു. എന്തേ, എക്സിന് ഓർമ്മ വന്നോ? താനു ചോദിച്ചു. വന്നെങ്കിലേ ഞാൻ എവിടെ ഇറങ്ങും? നിങ്ങളെ ആ ഓർമ്മയുടെ കൂടെ കാശ്മീരിൽ പോയേച്ചാൽ മതി, താനു കൃത്രിമ ദേഷ്യത്തോടെ പറഞ്ഞു. എടി ബുദ്ധു, അത് അദീനല്ല, അവളുടെ അനിയത്തിയാ. എന്ന് വെച്ചാൽ എൻ്റെയും അനിയത്തി. പിന്നെ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലെ അദീനയേക്കാളും ഒരുപടി മുകളിലാണ് നിനക്കുള്ള സ്ഥാനം. അതുപോലെ നിനക്ക്. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിരാജ് പറഞ്ഞതും അവളുടെ അതിരങ്ങൾ അവൻ്റെ കവിളിൽ അമർന്നു. അപ്പോൾ അടുത്ത ജന്മം എന്നെ വേണോ അദീനയെ വേണോ എന്ന് ദൈവം ചോദിച്ചാൽ വിച്ചുവേട്ടൻ എന്ത് പറയും? അത് പിന്നെ ഇത്തിരി ആലോചിക്കേണ്ടിയിരിക്കുന്നല്ലോ. പിന്നെ പറഞ്ഞാൽ മതിയോ? കാശ്മീർ വരെ സമയമുണ്ടല്ലോ. വിരാജ് അവളെ ദേഷ്യം കയറ്റാൻ വേണ്ടി പറഞ്ഞു. അത് ശരി, അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നോട് സ്നേഹം അല്ലേ? അവിടെ എത്തട്ടെ, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. താനും മോളെ പൊന്നെ എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഞാനൊന്ന് കാണട്ടെ. പെണ്ണങ്ങല്ല പെണ്ണെ. അവളുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവനത് പറഞ്ഞതും അവൾ അവനെ തള്ളി മാറ്റി. ഈ ജന്മവും ഇനിയുള്ള ജന്മവും എനിക്ക് ഭാര്യയായി ഈ പെണ്ണിനെ മതിയെന്നേ ഞാൻ നേരത്തെ ദൈവത്തിനോട് പറഞ്ഞതാ. വിരാജ പറഞ്ഞത് കേട്ടതും തനുവിൻ്റെ മുഖം വിടർന്നു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിക്കിടന്നു. വണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. നന്ദു പുറത്തേക്ക് കണ്ണു നട്ട് പുറം കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ട്. കാറ്റിലൂടെ പാറിപ്പറക്കുന്ന തൻ്റെ മുടി അവൾ മാടി ഒതുക്കി വെച്ചു. അതിനിടയിൽ തൻ്റെ തൊട്ടരികിലിരിക്കുന്നവനിലേക്ക് നോട്ടം പായിച്ചപ്പോൾ ആൾ സീറ്റിലേക്ക് ചാരിയിരുന്ന് തൻ്റെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്നുണ്ട്. തൻ്റെ പകുതി മുടി അവൻ്റെ മുഖത്താണ്. അതെടുത്ത് മാറ്റാതെ അതിൻ്റെ ഗന്ധം ആസ്വദിച്ചിരിക്കുന്നവനെ കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഞാനൊരു സർപ്രൈസ് തരട്ടെ? കാശ്മീർ എത്തിയിട്ട് തരാനായിരുന്നു പ്ലാൻ. അവൻ്റെ കൈയെടുത്ത് തൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് അവൻ്റെ കാതോരം പറഞ്ഞപ്പോൾ അവൻ അവളെ കണ്ണുമേച്ച് നോക്കിയിരിക്കുന്നുണ്ട്. അന്നേരം അവൾ അവനോട് കണ്ണടക്കാൻ പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലേക്ക് എന്തോ വെച്ചു കൊടുത്തതും അവൻ തൻ്റെ കണ്ണു തുറന്ന് തൻ്റെ കയ്യിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചതും കൃഷ്ണ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. തൻ്റെ കയ്യിലെ പ്രഗ്നൻസി കാർഡും അതിലെ 2 ചുവന്ന വരയും സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞുപോയി. അവൻ നിറഞ്ഞ കണ്ണാലെ ആണോ എന്ന പോലെ അവളെ ഒന്നുകൂടെ നോക്കിയപ്പോൾ അവൾ അതേ എന്ന പോലെ നാണത്തോടെ തലയനക്കി. അവൻ അവളെ ചേർത്ത് പിടിച്ച് ചുംബനങ്ങൾ കൊണ്ട് പൊതിയുമ്പോൾ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. നന്ദൂട്ടാ, നീ എന്താ ഇത് നേരത്തെ പറയാഞ്ഞേ? ഇതിപ്പോൾ ഇത്രയും ദൂരം, അതും ഈ ബസ്സിൽ നിനക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? എനിക്ക് പേടിയാവുക. ഒരു കുഴപ്പമുണ്ടാവില്ല ക്രിഷ്. ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. ഞാനേ ഇതുപോലൊരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നതാ. നിൻ്റെ ഈ സന്തോഷം ഇതുപോലെ ആസ്വദിക്കാൻ. എനിക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാലും നന്ദൂട്ട, നമ്മുടെ വാവ അവളുടെ വയറിൽ തൊട്ടുകൊണ്ടാണ് അവനത് പറയുന്നത്. എൻ്റെ സന്തൂർ ഡാഡി ഇങ്ങനെ ടെൻഷൻ ആവാതെ, എനിക്കൊരു കുഴപ്പമില്ലെന്ന്. വാ, അവിടെ ഇവിടെ സേഫാണ്. അവരൊക്കെ ഹണിമൂൺ ആഘോഷിക്കട്ടെ, നമുക്കേ ബേബി മൂൺ ആഘോഷിക്കാന്നേ, നന്ദു അവൻ്റെ മൂക്ക് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അന്നേരം ക്രിഷ് അവളെ നോക്കി പുഞ്ചിരിച്ചു. ശേഷം ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു മുന്നോട്ട് നടന്നു. ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിന്നതും എല്ലാവരും കൃഷിനെ നോക്കി. അതെ, വണ്ടിക്ക് ഇത്രയും സ്പീഡൊന്നും വേണ്ട, പതുക്കെ പോയാൽ മതി, കൃഷ് പറഞ്ഞു. ആ ബെസ്റ്റ്, എങ്കിൽ പിന്നെ 5-6 ദിവസം കൊണ്ട് എത്തേണ്ടിടത്തെ
15 ദിവസം കൊണ്ടെത്തും. നിനക്കെന്താടാ പറ്റിയേ? ആഡിസ് വിളിച്ചു പറഞ്ഞു. അതൊക്കെ നിനക്കെന്തിനാ? ഈ നിമിഷം മുതൽ വണ്ടി പതുക്കേ പോവുള്ളൂ. അതുമല്ല, തിരികെ വരുമ്പോൾ ഞാനും നന്ദുവും ഫ്ലൈറ്റിലായിരിക്കും വരിക. അതെന്താടാ അങ്ങനെ ഒരു ടോക്ക്? ധ്യാൻ പ്രത്യേക ഇനത്തിൽ ചോദിച്ചു. തിരികെ വരുമ്പോൾ ബസ്സിലിരിക്കാനേ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും, അത്ര തന്നെ. കൃഷ് ഒന്നും വിട്ടു പറഞ്ഞില്ല. അതെന്താ, തിരികെ വരുമ്പോൾ നിനക്ക് മൂലക്കുരു ഉണ്ടാവോ? ധ്യാൻ പിന്നെയും ചോദിച്ചു. ധ്യാനിനെ നോക്കി പോടാ പട്ടിക്കെന്നും പറഞ്ഞു കൃഷ് നന്ദുവിൻ്റെ അരികിൽ വന്നിരുന്നു. സംഭവം ചെറുതായി കത്തിയ താനു എന്താടി സംഭവം എന്ന് നന്ദുവിന് മെസ്സേജ് അയച്ച് ചോദിച്ചു. ഹി പ്ലസ് മീ ഈക്വൽ ടു 3 എന്ന മറുപടി നന്ദു കൊടുത്തപ്പോൾ താനു ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങ് നിരത്തി കൊടുത്തു. നൗ വി ആർ 3 എന്നും പറഞ്ഞ് നന്ദു ഒന്നുകൂടെ വിശദമാക്കി കൊടുത്തു. കൺഗ്രാറ്റുലേഷൻസ് തനു റിപ്ലൈ അയച്ചു. തനു ഈ സന്തോഷം വിരാജിൻ്റെ കാതിൽ രഹസ്യം പോലെ പറഞ്ഞതും അവനും പെട്ടെന്ന് അച്ഛനാവാൻ പോതി. അവളെ കൊണ്ട് അത് സമ്മതിപ്പിക്കുകയും ചെയ്തു. പുല്ല് പറയേണ്ടിയിരുന്നില്ല, അന്നേരം തനു മനസ്സിൽ പറഞ്ഞുപോയി. കൃഷിൻ്റെ നെഞ്ചോരം ചേർന്നിരിക്കുകയാണ് നന്ദു. ഇരുവരും പരസ്പരം ഒട്ടിച്ചേർന്ന് യാത്ര ആസ്വദിക്കുന്നുണ്ട്. അവൻ്റെ ഒരു കൈ അവളുടെ വയറിനെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. കൃഷ്, എത്ര പെട്ടെന്നല്ല വർഷങ്ങൾ പോയത്. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 3.5 വർഷമായിരിക്കുന്നു. നമ്മുടെ പ്രണയം ഓർക്കുമ്പോൾ എനിക്ക് തന്നെ അങ്ങ് രോമാഞ്ചം വരുക. വലുതാകുമ്പോൾ നമ്മുടെ പിള്ളേരെ പപ്പയുടെയും അമ്മയുടെയും ലവ് സ്റ്റോറി ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ ഒരു വലിയ കഥ തന്നെ ഉണ്ടല്ലേ. നീ അത്രക്കും കൂടെ ദൂരം പോകണ്ട, ഇപ്പോൾ നമുക്ക് കാശ്മീർ വരെ പോയിട്ട് വരാം. കൃഷിൻ്റെ ആ പറച്ചിൽ കേട്ട് അവൾ അറിയാതെ ചിരിച്ചുപോയി. കൃഷ്, നമുക്ക് മഞ്ഞ് മൂടിയ ഹിമാലയൻ കൊടുമുടികളുടെ അരികിൽ വെച്ച് ഒരു ഡാൻസ് റീൽ ചെയ്യണം. ഞാൻ കാജോളും നീ ഷാരൂഖ് ഖാനും. ഞാൻ 2-3 സാരിയൊക്കെ എടുത്തിട്ടുണ്ട്. സാരി ഉടുത്ത് ഒരു റൊമാൻറ്റിക് ഡാൻസ് റീൽ, ഇപ്പോൾ അതാണ് ട്രെൻഡ്. ഇത്തവണ 2 ദിവസം കൊണ്ട് ഞാൻ 10 മില്യൺ അടിക്കും, നോക്കിക്കോ. അത് കഴിഞ്ഞ് ദേശ് മീഡിയയിൽ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതേ എന്നെ ആയിരിക്കും. വിളിച്ചാ ഞാൻ പോകട്ടോ, നോക്കിക്കോ. അന്ന് നമ്മുടെ സേവ് ദി ഡേറ്റ് ഹിറ്റായപ്പോൾ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് നീ അത് എന്നോട് പറഞ്ഞത് പോലുമില്ല, ദുഷ്ടൻ. കൃഷ്, നീ കേൾക്കുന്നുണ്ടോ? നമുക്ക് റീൽ ചെയ്യണോന്ന്. കൃഷ് വീണ്ടും മൂളിയാ പോരാ, സമ്മതിച്ചു എന്ന് പറ. സമ്മതിച്ചു പോരെ, പക്ഷേ ഇൻ്റർവ്യൂവിനെ നീ ഒറ്റയ്ക്ക് പോയാൽ മതി. വഴിയെ പോണവരൊക്കെ വിളിച്ച് ഇൻ്റർവ്യൂ എടുക്കുന്ന കാലാണിത്. അതുകൊണ്ട് എനിക്കത് തീരെ താല്പര്യമില്ല. എത്രയോ കഴിവുള്ള വ്യക്തികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരുടെയൊക്കെയാണ് ഇൻ്റർവ്യൂ എടുക്കേണ്ടത്, അല്ലാതെ 2-3 എക്സ്പ്രഷൻ ഇട്ട് ഡാൻസ് കളിച്ച് വീഡിയോ ചെയ്യുന്നവരെയല്ല, കേട്ടോ. നിൻ്റെ റീല് വേണമല്ലേ, ഞാൻ സെറ്റാക്കി തരാം. നമുക്കിപ്പോൾ തന്നെ ഷാരൂഖ് ഖാനും കാജോളായേക്കാം. എന്തേ? അവളുടെ താടി പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. താങ്ക് യു സോ മച്ച് കൃഷ്. അവനെ ഇറകെ പുണർന്നു അവൻ്റെ കവളിൽ അമർത്തിമുത്തി. നന്ദൂട്ട പതുക്കെ, നമ്മുടെ കുഞ്ഞ്. എൻ്റെ സന്തൂർ ഡാഡി കുഞ്ഞെൻ്റെ വയറ്റില, ഇടയ്ക്കിടെ ഇങ്ങനെ പറയണമെന്നില്ല. പിണങ്ങാതെൻ്റെ സോളോ ട്രിപ്പേ. അന്നേരം അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. എന്നാ പിണങ്ങാതെൻ്റെ മുല്ലപ്പൂവേ എന്നാക്കിയാലോ? ഓക്കെ ആണോ? അന്നേരം അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അന്നേരം കൃഷ് അവൻ്റെ മുല്ലപ്പൂവിനെ ചേർത്ത് പിടിച്ചു നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചതും അവൾ അവൻ്റെ നെഞ്ചിലായി കണ്ണുകൾ അടച്ചു കിടന്നു.